ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കൺസീൽഡ് ഫ്ലഷ് നമ്മുടെ ബാത്റൂമുകളിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഉള്ള ബാത്റൂമിലാണെങ്കിൽ അതിൻ്റെ ഒരു ഭിത്തി കെട്ടിയതിന് ശേഷം, അതായത് നമ്മുടെ ക്ലോസറ്റ് ഇരിക്കുന്ന ഏരിയ നമ്മൾ മാറ്റി ഒരു ഭിത്തി പോലെ കെട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഫ്ലഷ് വേണം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ജാഗ്വാറിൻ്റെ മോഡലാണ്. ജാഗ്വാറിൻ്റെ മോഡൽ നമ്മൾ വരുന്നത് 8 ഇഞ്ച് ഭിത്തിയുടെ കനം വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നോർമൽ ഭിത്തിയുണ്ട്, അതിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് ഈ സൈഡിലേക്ക് മാറിയാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ തിരിഞ്ഞിട്ട് ഈ രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോസറ്റ് സെറ്റ് ചെയ്യാൻ ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലോസറ്റിൻ്റെ കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലഷിൻ്റെ ഫ്ലഷിൻ്റെ സ്റ്റാൻഡ് നമ്മൾ കോൺക്രീറ്റിൽ ഉറപ്പിക്കണം. ഫ്ലഷിൻ്റെ സ്റ്റാൻഡ് നമ്മൾ എല്ലാം തന്നെ കോൺക്രീറ്റിൽ ഫ്ലഷിൽ ഉറപ്പിച്ചതിന് ശേഷം അത് നമുക്ക് 8 ഇഞ്ചിൻ്റെ കട്ട മൊത്തം ടോട്ടൽ അതിൻ്റെ ആ ഭിത്തിക്കനം നമുക്ക് ഏകദേശം 8 ഇഞ്ച് കിട്ടാവുന്ന രീതിയിലാണ് കോൺക്രീറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതിന് പോലെ തന്നെ നമ്മളിതിൻ്റെ എല്ലാ മെറ്റൽ ബോഡി കാര്യങ്ങളെല്ലാം തന്നെ മെറ്റലാണ് ചെയ്തിരിക്കുന്നത്. മെറ്റൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. ഹൈ സ്ട്രെങ്ത് ആണുള്ളൂ, ഒരിക്കലും മറിഞ്ഞ് വീഴുമെന്ന് തോന്നേണ്ട അത്രയും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് കോൺക്രീറ്റിൽ ഉറപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലോസറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫിനിഷിംഗ് ലെവലിൽ നിന്ന്, നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 14 ഇഞ്ച് ബോൾട്ട് ലെവൽ കിട്ടുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഈ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ സ്റ്റാൻഡ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം നമ്മൾ മെയിൻ ലൈനിൽ പോകുന്നുണ്ട് ബാത്റൂമിൻ്റെ അകത്ത്. അതിൽ നിന്നും എല്ലാ പൈപ്പും CPC പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ 8 ഇഞ്ച് ടോട്ടൽ വരുന്ന കെട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അതൊരു ടീ ഇട്ടതിന് ശേഷം നേരെ ഒരു വാൽവ് വെച്ചു, ഫ്ലഷ് വാൽവ് കൊടുത്ത് നേരെ ഫ്ലഷിൻ്റെ ഇന്നിലേക്കുള്ള കണക്ഷൻ കൊടുത്തിരിക്കുന്നു. അതായത് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ ഫ്ലഷിൻ്റെ വാൽവ് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഒരു വാൽവ് നമ്മൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഓസെറ്റിൻ്റെ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഹെൽത്ത് ഓസെറ്റ് നമുക്ക് റൈറ്റ് സൈഡിലാണ് കൊടുക്കേണ്ടത്. അതും ഇതുപോലെ തന്നെ 8 ഇഞ്ച് ഭിത്തിക്കനം വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിൽക്കാവുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മളിതെല്ലാം തന്നെ നല്ല മെയ്സൺ ഉപയോഗിച്ചിട്ട് മെയ്സന്മാരാണ് ഇത് ഓൾറെഡി അതിൻ്റെ കട്ടകളെല്ലാം വെച്ച് കെട്ടി ക്ലിയർ ചെയ്ത് അതിനുശേഷമാണ് അതിൻ്റെ മുകളിലുള്ള ടൈലും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഒട്ടിക്കുന്നത്. അതിന് മുന്നേ ആണ് നമ്മൾ ഈ CPVCയുടെ പൈപ്പാണ് നമ്മളെല്ലാ പൈപ്പിൻ്റെ ലൈനെല്ലാം കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ലെവലിൽ തന്നെയാണ്, ഈ ലെവലിൽ നമ്മൾ അതിൻ്റെ ഏറ്റവും നിൽക്കുന്ന ടോപ്പ് ലെവലിൽ ഭിത്തി കെട്ടി തിരിച്ച് അതിനുശേഷം ആ ഭിത്തി ഈമിയാണ് ഓൾറെഡി നമ്മുടെ ടൈലിൻ്റെ ഓപ്ഷനും കാര്യങ്ങളെല്ലാം വരുന്നത്. ഈ ജാഗ്വാർ എന്ന കമ്പനിയുടെയാണ് നമ്മളിപ്പോൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ MRPയും കാര്യങ്ങളും ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ആ MRP വരുന്നത് 11 നിങ്ങൾ കാണുന്ന പോലെ തന്നെ 11,050 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ആ മൊത്തം സെറ്റ് അതിൻ്റെ അകത്ത് തന്നെ ബോൾട്ടിൻ്റെ, അതായത് ക്ലോസറ്റിൻ്റെ ബോൾട്ട് എല്ലാം മൊത്തം സെറ്റായിട്ടാണ് വരുന്നത്. നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്ട്സാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.